LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം എടക്കര പഞ്ചായത്തിലൂടെ പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എത്രമാത്രമാണ് പ്രതീക്ഷ? തീർച്ചയായും ഓരോ ദിവസവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പ്രതീക്ഷകൾ, ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയാണ്, വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ കാരണം ഞങ്ങൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം പതിവിൽ കവിഞ്ഞ സ്വീകാര്യതയും പിന്തുണയും ലഭിക്കുന്നുവെന്നാണ്. ഇന്നിപ്പോൾ എടക്കരയിലെ ആദ്യത്തെ 3 കേന്ദ്രങ്ങൾ പിന്നിട്ടു. സാധാരണഗതിയിൽ രാവിലെയുള്ള സമയം എന്ന് പറഞ്ഞാൽ പലതരം തിരക്കുകളായി ആളുകൾക്ക് ഇത്തിരി അസൗകര്യമുള്ള സമയമാണ്. മാത്രവുമല്ല, ഈ പ്രദേശത്തെയൊക്കെ രാഷ്ട്രീയ ബലാബലമൊക്കെ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പുറത്ത് പാലേമാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ശങ്കരകുളത്താണ് ഞാൻ താമസിച്ചിരുന്നത്. ഈ നാടൊക്കെ എനിക്ക് സുപരിചിതമാണ്. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ആവേശത്തോടെയുള്ള പങ്കാളിത്തം ഈ സമയത്ത് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ട്. നിങ്ങൾ ഇവരുടെയൊക്കെ കണ്ണുകളിലേക്ക് നോക്കൂ. ഈ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന ആത്മവിശ്വാസം തിളങ്ങുന്നത് കാണാം. ഈ മണ്ഡലം പിടിച്ചെടുക്കും, മികച്ച വിജയം നേടും, ഇടതുപക്ഷം ഒരു 3-ാം ഊഴത്തിൻ്റെ തുടക്കം നിലമ്പൂരിൽ നിന്ന് കുറിക്കും എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ആവേശമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉള്ളത്. UDF രാഷ്ട്രീയം പറയാൻ വേണ്ടി മടിക്കുകയാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ നിലവിൽ ഇടതുപക്ഷം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ടാണ് ഈ മത്സരത്തെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ UDF വർഗീയ പരാമർശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ടത് നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോഴാണ് ജനാധിപത്യ പ്രക്രിയ അർത്ഥപൂർണമായി മാറുക. അതാണ് ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്കു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടോ എതിരാളികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ വിദ്വേഷം വമിക്കുന്ന പ്രചരണം ആരംഭിക്കുന്നത്. ആ വിദ്വേഷത്തിൻ്റെ വിഷപ്രചരണത്തിലേക്ക് ഏതായാലും ഞങ്ങളില്ല. നാട് അതിനെ തള്ളിക്കളയും. ഞങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും വേണ്ടി നിലകൊള്ളും. അതുമാത്രമേ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ.